വടക്കൻ പറവൂർ കൂരൻ ഫാമിലി കൊടൈക്കനാലിലേക്ക് ഒരു യാത്ര പോകുന്നു. അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുവാൻ പോകുന്നത്. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, ക്രിസ്തുസ്ത്രീ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ ജോയി, ഞാൻ മഴ എടുത്തോളാം. ജോയിയുടെ പഴം ഞങ്ങൾക്ക് വേണ്ടി ഓടി ഞങ്ങളുടെ വ്യവസായത്തും ജോബി നല്ല ആത്മാർത്ഥമായിട്ട് സർവീസ് ചെയ്യുന്നുണ്ട്. ഹായ്, എല്ലാവരും ഒന്ന് കൈവരിക്കും. ഹായ് കൊടൈക്കനാൽ. ജോയ്, ജോജോ, ബിജു, ഹലോ, പാറക്കടവ്, ജോയി ചേട്ടൻ, ജോയി ചേട്ടൻ, നമ്മുടെ മാത്യൂസ്, ഫേമസ് ഉത്സാഹമാണ്. ഒരാഴ്ചയായുള്ളൂ. ഇതിനുവേണ്ടി പ്രത്യേകമായിട്ട് വന്നാണ് കൊടൈക്കനാൽ ഷോ. എനിക്ക് മതി. കാണിച്ച കൊച്ചുമോൻ മാത്യൂസിന്റെ മോളാണ്. മോളല്ലേ? വളരെ നാളുകളായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്നതും നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു വിനോദയാത്രയാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. അപ്പോൾ ഫാമിലിയിലെ എല്ലാവരും ഇതിൽ സംബന്ധിച്ചതിന് പ്രത്യേകം ഓരോരുത്തർക്കായിട്ട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ചക്രപന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര, നിന്മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ചക്രപന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര, ദാഹിച്ചു യമുനയിൽ താമരവള്ളം തുഴയാ, ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമ യമുനയിൽ താമരവള്ളം തുഴയാ, കരളിലുറങ്ങും കതിർ കാണാക്കിളി കാത്തിരിപ്പൂ കാത്തിരിപ്പൂ
ചക്രവർത്തി കുമാര നിൻ മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. താങ്ക് യു. എന്നെ ഓമനിക്കും അമ്മ, പാലു തരും, പീപ്പി തരും, പാവ തരും അമ്മ, പട്ടുരുമാൽ തുന്നിത്തരും നിശ്ചയമെൻ്റെ അമ്മ. അച്ഛനെന്നെ തല്ലിടുമ്പോൾ അമ്മയോടി എത്തും, അമ്മയാണി പാരിടത്തിൽ എന്നും എൻ്റെ ദൈവം. ഹിപ്പി ചേട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്. ഞങ്ങൾ ഹിപ്പി ചേട്ടനായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ അടുത്ത് കാണുന്നത്. എന്തായാലും ചേട്ടനും ഭാര്യയ്ക്കും സുസ്വാഗതം നമ്മുടെ ട്രിപ്പിലേക്ക്. വളരെയധികം സന്തോഷം. ഇതിൻ്റെ ഈ ടൂറിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ ആണുങ്ങളെക്കാൾ കൂടുതലും ഈ ടൂർ എൻജോയ് ചെയ്യുന്നത് സ്ത്രീകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് മുൻ ടൂറ് പരിചയം വെച്ചുകൊണ്ട് നാളെ അത് കാണാം അല്ലേ? നാളെ നമുക്ക് തകർത്ത് ആഘോഷിക്കും. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ക്രമാതീതമായ ചൂടിൻ്റെ ക്ഷീണവും എല്ലാം നുകർന്നുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതിന് ക്ഷീണം ഉണ്ടാവും. ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നാളെ രാവിലെ എഴുന്നേറ്റ് നമുക്ക് ബാക്കി ടൂർ അടിപൊളിയാക്കാം. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് പരിപാടി കേട്ടാ, അതൊക്കെ മേലെയാണ്. അപ്പൊ ഇന്നെന്തായാലും എല്ലാവരും ക്ഷീണത്തിലിരിക്കുകയാണ്. നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ തണുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കാം, നാളെ എൻജോയ് ചെയ്യാം. ഓക്കെ കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നാം ദൈവത്തെ നോക്കുകയും ഉത്തരം കിട്ടുമെന്നറിഞ്ഞിടേണം. അതിനുത്തരം കിട്ടുമെന്നറിഞ്ഞിടേണം. ഇലകൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. സങ്കടപ്പെടല്ലേ ജോളി. അവിടെയുണ്ട് അവിടെയുണ്ട്. മാതാവേ അരുമസുതക്ക് ആലംബമേ ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. 12 നക്ഷത്രമുടിയുള്ളോരമ്മേ പാതാരവിന്ദത്തിൽ ചന്ദ്രൻ. 12 നക്ഷത്രമുടിയുള്ളോരമ്മേ പാതാരവിന്ദത്തിൽ ചന്ദ്രൻ. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുമ്പോൾ സൂര്യനെക്കാളും നീ തേജസ്വിനി. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുമ്പോൾ സൂര്യനെക്കാളും നീ തേജസ്വിനി. യേശുവിനമ്മേ മാതാവേ അരുമസുതക്ക് ആലംബമേ ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. ഘോരസർപ്പത്തിൻ്റെ തല തകർക്കാനായി താതന്നയച്ചോരന്നമ്മേ. ഘോരസർപ്പത്തിൻ്റെ തല തകർക്കാനായി താതന്നയച്ചോരന്നമ്മേ.
അമല മനോഹരി അമ്മയല്ലേ ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കണേ. അമല മനോഹരി അമ്മയല്ലേ ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കണേ. യേശുവിനമ്മേ മാതാവേ അരുമസുതർക്ക് ആലംബമേ ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. എന്താണ് നിങ്ങൾ ഇവിടെ ഇരുന്നാ ഞാനേ അവർക്ക് അടുത്ത പണി ചെയ്യാനുള്ളതാണ്. വിനോദ് വന്നില്ലേ കഴിക്കാൻ? എനിക്ക് ചായ മാത്രം. എത്ര മണിക്ക് വേണം? വെൽക്കം ടു കൊടൈക്കനാൽ. പറഞ്ഞു വെൽക്കം ടു കൊടൈക്കനാൽ. പൂരൻ ഫാമിലി ട്രസ്റ്റിൻ്റെ വളരെ സന്തോഷപ്രദമായ ഒരു ട്രിപ്പിലാണ് ഞങ്ങളിപ്പോൾ. അത് ഞങ്ങൾ കൊടൈക്കനാൽ എത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഞങ്ങൾ മറ്റുള്ള സ്ഥലങ്ങൾ കാണാനായിട്ട് പോവുക. പ്രഭാത ഭക്ഷണം ഞങ്ങൾ കഴിച്ചു. എല്ലാവർക്കും അത് വെള്ളയപ്പവും മുട്ടക്കറിയുമായിരുന്നു. അപ്പോൾ എല്ലാവരും അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. മുട്ടക്കറിയൊക്കെ എങ്ങനെയുണ്ട്? മുട്ടക്കറി സൂപ്പറായിരുന്നു. അപ്പം വെള്ളക്കറി സൂപ്പർ സൂപ്പർ. മുട്ടക്കറി സൂപ്പറാണ്. മുട്ടക്കറി നല്ല മുട്ടക്കറി ആയിരുന്നു. അതൊരു മുട്ടക്കറി നിക്കണില്ല. മുട്ട പുഴുങ്ങിയില്ലേ? പുഴുങ്ങാത്ത മുട്ടയാണ്. അത് മുട്ടയുടെ ഉള്ളിൽ കോഴിക്കുഞ്ഞുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ആ മുട്ട ഉരുണ്ട് പോയെന്ന് തോന്നുന്നു. എന്താ പറയാനുള്ളത്? അടുത്ത വിഷയം പറഞ്ഞേ. പ്ലേറ്റ് കാലിയാകുമ്പോ അറിയാം ഭക്ഷണം നന്നായിരിക്കും. പ്ലേറ്റ് കാലിയാണെങ്കിലേ ഭക്ഷണം നന്നായിരിക്കും. പിന്നെ നമ്മളെ ആവശ്യത്തിന് ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ അപ്പോഴും പ്ലേറ്റ് കാലിയാക്കാം. അല്ല എലിമിക്ക് ഈ വയസ്സാം കാലത്ത് വെയിൽ കൊള്ളണം നേർച്ചയുണ്ടാവില്ല. ഈ വെയിൽ കൊടുക്കില്ല. ഇളമേനും ഇളയതാണ്. അത് ശരി. അയ്യോ അല്ല, ഇതാണ് ഞങ്ങളുടെ റോസി ഇളയമ്മ. പറഞ്ഞോ ട്രിപ്പൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? രണ്ട് റോസി ഉണ്ട്. റോസി ഇളയമ്മ, ഇടയത് ഇത്, നടുവില ഞാൻ. നട്ടുഭാഗത്ത് നിൽക്കുള്ളൂ. അങ്ങനെ കൊടൈക്കനാലിൽ ഞങ്ങൾ താമസിക്കുന്ന റൂമാണ് ഈ കാണുന്നത്.
ഫ്രൂട്ട്സ് ആണ്. ഇവിടെ കണ്ടാലേ നമ്മള് പിന്നെ അവിടെ പോയത് മണാലി പോലെ തോന്നും. കുളുമണാലി അതുപോലെ തോന്നും അല്ലേ? അങ്ങനെയല്ലേ? ഏകദേശം അതേപോലെ ഉണ്ട്. അതുപോലെ അങ്ങനെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞാണ് ഈ റോഡ് വന്നത്. എല്ലാവരും സെറ്റ് ആയിക്കോ. മേലെ വേറെ പടയുണ്ട്. അണിനിരന്ന എല്ലാവരും അതൊന്നും ഒതുക്കി നീ എന്തിന് ഇത്ര പേര് പിടിക്കണ? ഒരാളൗട്ടായി. ചേട്ടാ ജോസ്ഫേട്ട ഒരു മിനിറ്റ് ചേട്ടാ അത് നോക്കി നോക്കി എല്ലാരും. ഉണ്ണി അവിടെ ഒരാള് ഒരു പ്രൈം നസീർ, ഇവിടെ ഒരു പ്രൈം നസീർ ഉണ്ട്. ഈ പ്രേം നസീറിനെ ഈ ഓടല്ലേ. അല്ല എല്ലാരും നിങ്ങള് ഫോട്ടോ എടുക്കണടുത്ത് നോക്കിയാ ബാബാ. അതല്ല ഇനി ഒരു മിനിറ്റ് എല്ലാരും പുറകിലേക്ക് സമയം കിട്ടില്ല. ജെൻസ് എല്ലാവരും പ്ലേറ്റ് എടുത്തോ.
ഈ വെല്ലിപ്പനെ വെല്ലിപ്പനല്ലേ പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. വെല്ലിപ്പൻ മരിക്കാൻ മാർക്കറ്റില് അപ്പാപ്പന ആകെ ഒരു അനിയൻ എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരും എന്താവശ്യമുണ്ടെങ്കിലും അപ്പനെ 5-6 വയസ്സുണ്ടാവും. കേട്ടാ അപ്പാപ്പനാണ് വെല്ലിപ്പനേലും നമ്മുടെ ഇപ്പോഴത്തെ വെല്ലിപ്പല്ലേ ഇത് ചെറിയ അപ്പൻ അപ്പനേലും കുട്ടപ്പൻ അച്ചാച്ചൻ എന്ന് പറയുന്ന കുട്ടപ്പൻ വെല്ലിപ്പനാണ് ഞങ്ങക്ക് ഞങ്ങൾക്ക് അച്ചാച്ചൻ. അപ്പൊ അതിലും മുന്നേ മാർക്കറ്റ് ഭരിക്കണത് അപ്പാപ്പനാണ്. അപ്പാപ്പനാണ് സഞ്ചിയൊക്കെ ആയിട്ട് ഒരു പോക്കുണ്ട്. എനിക്ക് മാങ്ങ തരാത്ത ഒരു അപ്പൂപ്പനുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. അവരോട് ഞങ്ങളോട് അത്ര കാര്യം ഉണ്ടായില്ല. പെമ്മക്കളോട് കാര്യം അതെ വേറൊരു കാര്യമുണ്ട്. പണ്ടത്തെ കാരണവന്മാര് നമ്മളെ അംഗീകരിക്കൊന്നുമില്ല. മക്കളെ മൈൻഡ് ചെയ്യൂല. അന്ന് അവരുടെ അതല്ല എന്റെ അപ്പന്റെ അനിയനാണ്. കാരണവന്മാര് ഭരിച്ചിട്ടൊക്കെ ജോബിയൊക്കെ അങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്.